ഇന്ന് കർക്കിടകം 8 വാവുബലി ദിവസമാണ്. പിതൃതർപ്പണത്തിന് ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ്. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് പ്രതീക്ഷിക്കുന്നത് പതിനായിരങ്ങളെയാണ്. ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് അവിടെ. ക്ഷേത്രത്തിലെത്തി പിതൃതർപ്പണം പൂർത്തിയാക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും പിതൃതർപ്പണത്തിന് നിരവധി പേർ എത്തുന്ന ഇടമാണ്. ഇന്ന് വാവുബലി ദിവസമാണ്. അവിടെ തിരക്കെങ്ങനെ, പിതൃതർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഐതിഹ്യമുറങ്ങുന്ന, ഏറ്റവും പുരാണ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ക്ഷേത്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും നിരവധിയാണ്. എന്തായാലും അത്തരം ഐതിഹ്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പിതൃതർപ്പണ ദിവസവും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായി കണക്കാക്കുന്നത് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം തന്നെയാണ്. ഇപ്പോൾ അവിടെ പല ഇടങ്ങളിലായി, അതായത് 8, 9, 10 മണ്ഡപങ്ങളിലായി ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് കടവിനോട് ചേർന്നുള്ള ഒരു ചെറിയ ബലിതർപ്പണ മണ്ഡപത്തിലാണ്. ഇവിടെയും ഒരു 100ഓളം പേർ ഒരേ സമയം ബലിതർപ്പണം നടത്തുന്നുണ്ട്. മറ്റ് മണ്ഡപങ്ങളിലും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ ഉണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് ഇവിടെ ക്ഷേത്ര പരിസരത്ത് മഴ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും കർക്കിടക വാവുബലിയാണ്, ആ ദിവസം മഴയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. എന്തായാലും ചടങ്ങുകൾ ഒരു തടസ്സവുമില്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുലർച്ചെ മുതൽ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കൊപ്പം ഈ പ്രദേശത്തേക്കുള്ള ഗതാഗത നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ച വരെ നീളുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളുടെ ഒരു ക്ഷേത്രത്തിലെ വഴിയൊക്കെ തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവും. ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ വാഹനങ്ങളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഗതാഗത തടസ്സം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വാഹനങ്ങൾക്കൊക്കെ വളരെ ദൂരത്ത് വെച്ച് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു കുറച്ച് പരിധിയിലേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടാത്തൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വളരെ കാര്യക്ഷമമായി തന്നെ ഇവിടെ ഇപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഓരോ ഈ പ്രധാനപ്പെട്ട പൂജാരികൾ ഓരോ ബലിമണ്ഡപ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ മന്ത്രങ്ങൾ ഓതിക്കൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ ഏത് രീതിയിലാണോ ഈ ചടങ്ങുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബലിതർപ്പണം നടത്തേണ്ടത്, അതൊക്കെ കൃത്യമായി മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ മണ്ഡപത്തിൽ മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ എല്ലാ മണ്ഡപങ്ങളിലും ഈ രീതിയിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു ഭാഗത്താകട്ടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നു, മറുഭാഗത്ത് ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനായി ബാരിക്കേഡുകൾ നിൽക്കുന്നവരുണ്ട്. മറ്റൊരു ഭാഗത്ത് ആളുകൾ കൂടുതലായി ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ വർക്കല പാപനാശം തീരത്തും സമാനമായ രീതിയിൽ വലിയ തിരക്കിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജ്, ഈ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ബലി നടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ക്രമീകരണങ്ങളൊക്കെ അവർക്ക് പതിവായ ഒരു കാര്യമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരിക്കാം. കാരണം തിരക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ക്ഷേത്ര കമ്മിറ്റിക്കോ അവിടെ ഉള്ളവർക്കോ ഒക്കെ സാധിക്കുന്നുണ്ടാവും അല്ലേ? കുറച്ച് പുഷ്പമെടുത്ത് അങ്ങനെ തന്നെയാണ്. കാരണം ക്ഷേത്ര കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പോലീസ് സംവിധാനത്തിനോ മറ്റ് സംവിധാനങ്ങൾക്കോ അധികൃതർക്കോ ഒന്നും ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ സംഖ്യ ഒരു ദിവസം 10,000 പേരെങ്കിലും എത്തുമെങ്കിലും മറ്റു ദിവസങ്ങൾ കാര്യങ്ങളെത്തി ബലിതർപ്പണം നടത്തി മടങ്ങുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ബലിതർപ്പണത്തിലുള്ള സൗകര്യമുണ്ട്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്താറുമുണ്ട്. കർക്കിടക വാവ് ദിനം ബലിതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ടാണ് ഇത് തിരക്ക് കൂടുതലെന്ന് മാത്രം. എന്തായാലും വലിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത തന്നെ പറയുമ്പോൾ കേരളത്തിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രം എന്നൊക്കെ വിലയിരുത്തപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിച്ചു പോരുന്ന തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ ഒരു യോദ്ധാവിന്റെ രൂപത്തിലുള്ള കൈകളിൽ മഴുവേന്തിയ പരശുരാമസ്വാമിയാണ്. അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള പരശുരാമ സങ്കല്പവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതിൽ ഇപ്പോൾ പരശുരാമസ്വാമി സ്വന്തം
അമ്മയോട് ബലിയിടുന്നതും ഈ ക്ഷേത്രത്തിലാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രം സ്ഥാപിച്ചതാണ് എന്നുള്ള ഒരു വിശ്വാസവും ഒരു ചരിത്രവും ഒക്കെ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഈ കടവും പ്രധാനപ്പെട്ടതാണ്. കരമനയാറിൻ്റെ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം എന്നുള്ളതും നിലനിൽക്കുന്നുണ്ട്. ഈ പരശുരാമ സന്നിധിയിൽ ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ ഈ ബലിതർപ്പണം നടത്തിയ ശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കരമനയാറിലാണ് ഈ തർപ്പണം പൂർത്തിയാക്കി കുളിച്ചു മടങ്ങുന്നതുള്ളത്. അങ്ങനെ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന ഈ ദിവസം ബലിതർപ്പണത്തിനെത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ശരിയാണ് ഇതൊരു പുണ്യമായ ചടങ്ങാണ്. കാരണം ഒരിക്കൽ വ്രതം അനുഷ്ഠിച്ച് പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് പിതൃക്കൾക്ക് തർപ്പണം നടത്തുക എന്ന ചടങ്ങ്, അത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അതിന് പ്രത്യേകതകൾ ഏറെയുണ്ട് താനും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.